അസ്സലാമു അലൈക്കും ഓൾ. കൽബ് ഹൗസിൻ്റെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സാധാ വീഡിയോനേക്കാളും ഒരു അടിപൊളി ഔട്ടിംഗ് വീഡിയോ ആണ്. ഔട്ടിംഗ് എന്ന് പറഞ്ഞാൽ വെറുതെ കറക്കമൊന്നുമല്ല കേട്ടോ, നല്ലൊരു പച്ചക്കറി കൃഷിപ്പാടത്തിലോട്ടാണ് പോകുന്നത്. എൻ്റെ കൈ കണ്ടില്ലേ നിറച്ച് പച്ചക്കറി ഇരിക്കുന്നത്? അതെ, ട്രിവാൻഡ്രത്തെ പുഞ്ചക്കരി എന്ന ഭാഗത്തോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ കൃഷിപ്പാടങ്ങളും പച്ചപ്പൊക്കെ നിറഞ്ഞ നല്ല പാടവും ഒക്കെ ഉള്ള ഒരു അടിപൊളി സ്ഥലത്താണ് പോകുന്നത്. ഇക്കാടെ ഫ്രണ്ടിൻ്റെ കെയർ ഓഫിലാണ് നമ്മൾ പോകുന്നത്. ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരുന്നു, അവിടെയാണ് പോയത്. വെളുപ്പിനെ ഒരു 6 മണിയോട് കൂടിയാണ് പോയത്. നമ്മൾ ശരിക്കും ലേറ്റായി, 6-6:30 മണിയൊക്കെ ആയി. കാരണം സൂര്യൻ ഉദിച്ച് വരുന്നതിന് മുന്നെയാണ് ഇവിടെയൊക്കെ കാണാൻ നല്ല ഭംഗി. വെയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പാടായി പോവും. അതുകൊണ്ട് തന്നെ ശരിക്കും ഒന്നും പറയാനില്ല കേട്ടോ, അടിപൊളിയായിരുന്നു. ആ ഒരു പച്ചപ്പും ആ സമയത്തൊരു ക്ലൈമറ്റും ഒക്കെ ആയിട്ട് ഒരു രക്ഷയില്ലാത്ത കാഴ്ചയായിരുന്നു. വെള്ളിച്ചീലം വിട്ട് തുള്ളിക്കളിക്കുന്ന കണ്ണാടിപ്പുഴ ചേലാണ്. വെണ്ണില പെണ്ണിന്റെ മുക്കുത്തിക്കല്ലിലെ മുത്തോലും മണിമുത്താണ്. വെള്ളിച്ചീലം വിട്ട് തുള്ളിക്കളിക്കുന്ന കണ്ണാടിപ്പുഴ ചേലാണ്. വെണ്ണില പെണ്ണിന്റെ മുക്കുത്തിക്കല്ലിലെ മുത്തോലും മണിമുത്താണ്. കസ്തൂരിക്കാറ്റു അന്ന് കൊണ്ടു തന്ന പൂമണം, മിന്നാരം മിന്നൽ പോലെ മിന്നി മാഞ്ഞ പൊന്നിറം, ഉള്ളിനുള്ളിൽ പെയ്തിറങ്ങും ചില്ലുമഴക്കാലം. മറക്കുടയാൽ മുഖം മറയ്ക്കും, മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല, മഷിക്കറുപ്പാൽ മിഴിയെഴുതും മീനല്ല. പിന്നെ ഞങ്ങളെ കൊണ്ടുപോയത് ഈ മരിച്ചിനി തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ആയിരുന്നു. ശരിക്കും അത് നല്ല രസമുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനൊന്നും പറ്റില്ല, കാരണം ഇത് വളർന്ന് നല്ല പൊക്കത്തിൽ നിൽപ്പുണ്ട്. ഇത് ഹാർവെസ്റ്റ് ചെയ്യാൻ ടൈം ആയെന്ന് തോന്നുന്നു. പിന്നെ അതിൻ്റെ അകത്തൂടെയാണ് പോയത്. നമ്മൾ വന്ന വഴി പോകാൻ പറ്റുമായിരുന്നു, പക്ഷേ അത് ഈ വരമ്പും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് പോകാൻ കുറച്ച് പാടാണ്. പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ അതുവഴി പോകാൻ പാടായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത് ഇതുവഴി വേറൊരു വഴിയുണ്ട്, നമുക്ക് ഇതുവഴി പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇതുവഴി കൊണ്ടുപോയത്. അങ്ങനെ ഞങ്ങളിതാ പോവുകയാണ്. നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇതുപോലെ തോടും വെള്ളമൊക്കെ ആയതുകൊണ്ട് അതിലൊക്കെ ചവിട്ടി നടക്കാനൊക്കെ പാടുണ്ട്. കൂടാതെ ഇസാന് കുറച്ച് പനിയും ഉണ്ടായിരുന്നു ചെറുതായിട്ട്. അങ്ങനെ അവനെ പിന്നെ ഒരു സൈഡിൽ ഇരുത്തിയിട്ടാണ് പിന്നെ ഞങ്ങൾ ഈ കുക്കുംബറൊക്കെ കാണാൻ പോയത്. കുക്കുംബർ നല്ല രസമുണ്ടായിരുന്നു, കാരണം അതൊക്കെ വളർന്ന് പറിക്കാൻ പാകമായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ അവരെന്നെ ആ ചേട്ടൻ തന്നെ പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് ആവശ്യമുള്ളതല്ലേ നിങ്ങൾ പറിച്ചെടുത്തോ, കുഴപ്പമില്ല. പിന്നെ അത് കേട്ടപാടെ ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ പറിക്കാൻ തുടങ്ങി. സനത്തൊരു സൈഡിൽ നിന്ന് കുക്കുംബറൊക്കെ എടുക്കുന്നുണ്ട്. ഇത്ര വലുപ്പമുണ്ട്, എൻ്റെ കയ്യുടെ അത്രയും വലുപ്പമുണ്ട്. ഇതൊരു വേറൊരു തരം സാലഡ് വെള്ളരിക്കയാണ്. നമ്മൾ സാധാ കാണുന്ന ഗ്രീനല്ല, അതിലും കുറച്ച് കൂടെ നല്ലതാണ്. അങ്ങനെ കുറച്ചുകൂടെ നല്ലതായിട്ടുള്ളൊരു വെറൈറ്റിയാണ്. ഇക്കായ ഒരു സൈഡിൽ നിന്ന് പറിക്കുന്നുണ്ട് ആവശ്യമുള്ളതിനൊക്കെ. നല്ല വിളഞ്ഞതൊക്കെ നോക്കി നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ആ ഒരു കുക്കുംബർ കാണാനൊക്കെ, പറിക്കാനൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ ഇത് ഫുള്ളി ഓർഗാനിക് ആണെന്നൊന്നും പറയാനില്ല, കാരണം കുറച്ചൊക്കെ അവർ പെസ്റ്റിസൈഡൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സംഭവങ്ങളൊക്കെ അവിടെ സൈഡിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് ഫുള്ളി ഓർഗാനിക് ഒന്നും അല്ല. എന്നാലും നമ്മൾക്ക് നേരിട്ട് നമ്മൾ പറിച്ച് നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ. ഇതുപോലത്തെ പച്ചക്കറിയൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ വിളയിക്കുന്നത് പോലുള്ള ഒന്നും വേറെ ഇല്ല. നമ്മുടെ വീട്ടിലൊക്കെ ഓരോ അടുക്കള കൃഷിത്തോട്ടങ്ങളൊക്കെ ചെയ്ത് നമുക്കുള്ള ചീരയായിരുന്നാലും നമുക്കുള്ള പയറായിരുന്നാലും എല്ലാം നമ്മളെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കുന്നതായിരിക്കും അതിൻ്റെ നല്ലത്. അതിൽ ഇൻട്രസ്റ്റ് ഉള്ളതാണ്. ഇവിടെ എൻ്റെ ഇക്കാക്കും ഉമ്മക്കൊക്കെ നല്ല ഇൻട്രസ്റ്റാണ് ഇതുപോലെ കൃഷി ചെയ്യാനായിരുന്നാലും അതിൽ നിന്ന് വിളവെടുപ്പ് എടുക്കാനായിരുന്നാലും. കാരണം ഒരു പൂ വിരിയുമ്പോഴായിരുന്നാലും അതിൽ നിന്നൊരു മുട്ട് വരുമ്പോഴായിരുന്നാലും അവർ ആ ഒരു സന്തോഷം കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ അവർക്കൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ് അവരിതൊക്കെ ചെയ്യാൻ. അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളവരെല്ലാവരും ചെയ്തു നോക്കുക, ചെയ്യുന്നവർക്ക് നല്ല റിസൾട്ടും ഉണ്ടാവും. അവരുടെ വീട്ടിൽ ആവശ്യത്തിനായിട്ടുള്ള അടുക്കള തോട്ടത്തിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ വീട്ടിൽ നിന്ന് തന്നെ എടുക്കുമ്പോൾ നല്ല സന്തോഷമല്ലേ. അങ്ങനെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് നമുക്ക് ആവശ്യത്തിലധികം കുക്കുംബറൊക്കെ ആയിട്ട് ഞങ്ങൾ ഇറങ്ങിയാണ്. എൻ്റെ വക ഒരു ഷോ. ഞാനും കുറച്ച് പറിക്കണ്ടേ, ഞാനും കുറച്ച് പറിച്ച് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. എൻ്റെ കൈ നിറച്ച് കുക്കുംബറാണ്. എൻ്റെ സന്തോഷം കണ്ടില്ലേ, അത്രയുണ്ട്.
നിറച്ച് കിട്ടിയേട്ടോ. അവരും പിന്നെ നമ്മുടെ അലോ ഇത്, കാരണം അവർക്കും ഇനി ഇത് യൂസ് ഇല്ല. കാരണം അവരിതൊക്കെ ഇനി മാറ്റി അവരുടെ ഹാർവെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ മുളച്ചതാണ് ഇതൊക്കെ. കാരണം ഇതൊക്കെ ഇനി അവർ മാറ്റി ഇനി അടുത്ത് വേറെ ക്രോപ്പായിരിക്കും ഇടുന്നത്. അതുകൊണ്ട് തന്നെ അവരും നമ്മുടെ അടുത്ത് ആവശ്യത്തിന് പറിച്ചോളാൻ പറഞ്ഞു. ഞങ്ങൾ പിന്നെ കരിമ്പ് തൊട്ട് ആന കയറിയ ഫീലായിരുന്നു. എല്ലാം അടിമുടി ഒന്നില്ലാതെ ക്ലീനായിട്ട് നോക്കി പറിച്ചു. അങ്ങനെ ഒരു ലോഡ് സാലഡ് വെള്ളരിക്കായിട്ട് ഞാൻ എന്താ പോവാണ്. ഇനി അത് കഴിഞ്ഞ് പിന്നെ പോയത് നേരെ ആ ഒരു വരമ്പിലൂടെ തന്നെ നടന്ന് ഞങ്ങൾ പോയത് പിന്നെ ആ ഒരു പയർ തോട്ടത്തിലോട്ടാണ്, പയർ കൃഷി ചെയ്യുന്ന സ്ഥലത്തിലോട്ടാണ്. വെണ്ട കിട്ടിയില്ല. അതാ സഞ്ചി നിറയെ സാധനമാണ്. സന്തോഷമായി. നമ്മൾ പിന്നെ അതാ ഇച്ചുവിനെ അഫ്രീനെയൊക്കെ അവിടെ ഒരു സൈഡിൽ കാക്കാൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. കാക്കക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഐസാനും പനിയാണ്, അതുകൊണ്ട് അവരൊരു സൈഡിലാക്കി. കണ്ടില്ലേ ആ വരമ്പൊക്കെ കണ്ടില്ലേ, അവിടെ കൂടെ സൈഡിൽ കൂടെ നടക്കാൻ കുറച്ച് നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ പോയത് ഈ പയറിൻ്റെ തോട്ടത്തിലോട്ടാണ്. പയറും ഒരുപാട് കിടക്കുന്നുണ്ടായിരുന്നു. പയറും ഇഷ്ടത്തിന് പറിച്ചു. അവരതിന് അലോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതിന് ആവശ്യത്തിന് നന്നായിട്ട് നിറച്ച് പറിച്ചു. നല്ല രസമുണ്ടായിരുന്നു പയർ തോട്ടത്തിൽ നിന്ന് പയർ പറിക്കാൻ. അവർ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുമുണ്ട്. ഇങ്ങനെ വള്ളികളായിട്ട് മുകളിലോട്ട് പന്തൽ കെട്ടി വള്ളിയിൽ കൂടെ അതിനെ പടർത്തി വിട്ടിരിക്കുകയാണ്. പിന്നെ ആ ഒരു ചേട്ടൻ നിന്ന് പറഞ്ഞു തരുന്നുമുണ്ട് ഏതൊക്കെയാണ് നല്ലത്, എങ്ങനെയാണ് അതിൻ്റെ പാകം, പറിക്കേണ്ട പാകവും ഒക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. സനത്തായി നന്നായിട്ട് എല്ലായിടത്തും പറിക്കുന്നുണ്ട്. പറിച്ചതെല്ലാം സ്റ്റോർ ചെയ്യാണ്. ഇതുപോലത്തെ ഫാമിലൊക്കെ വരുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ആ ഒരു നമുക്ക് ഇതൊക്കെ ചെയ്യാം, നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്യാം, ഇതുപോലെ പന്തലൊക്കെ കെട്ടി ചെയ്യാമെന്നൊരു മനസ്സിലൊക്കെ തോന്നുന്നത്. നല്ല രസമുണ്ട് ഇതൊക്കെ കൃഷി ചെയ്ത് കാണാനും പറിക്കാനും എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ കിട്ടിയതിന് നല്ല സന്തോഷമായി. വീണ്ടും ഒരു ലോഡ് പയറുമായിട്ട് ഞാൻ വരെയാണ്. ഇത്രയാണ് ഞങ്ങൾ പറിച്ച പയർ. കണ്ടില്ലേ, നല്ല രസമുണ്ട്. ഇതെല്ലാം കൊണ്ട് ഞങ്ങൾ അങ്ങനെ യാത്രയാവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ഒരു വിളവെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. വിളവെടുപ്പ് തന്നെ പറയാം. ഇത് ശരിക്കും ഈ ടൈം ആയതുകൊണ്ടാണ്, അതായത് ഓണത്തിന് കൃഷി ചെയ്യുന്നതിന് തൊട്ട് മുന്നുള്ള ടൈമാണ്. അതുകൊണ്ടാണ് അവർ ഇത്ര ഇങ്ങനെ കിടക്കുന്നത്. ഇനി ഇതിന് ശേഷമാണ് ഇനി ഓണത്തിന് വേണ്ടിയുള്ള സീസൺ ടൈമിലത്തേക്ക് വേണ്ടിയുള്ള കൃഷിയൊക്കെ ചെയ്ത് വിത്തൊക്കെ പാകി ഇനി മുളപ്പിച്ച് അതിന് വേണ്ടിയുള്ള കൃഷി തുടങ്ങുക. ഇതെല്ലാം ഇപ്പോൾ ഉള്ളതെല്ലാം മാറ്റി അവർ ക്രോപ്പ് കൾട്ടിവേഷൻ അല്ലേ, അതായത് ഒരു സ്ഥലത്ത് ഇപ്പോൾ കീര ചെയ്തിരുന്നിടത്ത് കീരയെ മാറ്റി പയർ നടും, പയർ നടന്നിടത്ത് വെണ്ട നടും. അങ്ങനെ ഞങ്ങൾക്ക് കീര, ഇതൊക്കെ കൊല വാങ്ങിച്ചത് അവിടെ അതിൻ്റെ അടുത്തുള്ളൊരു ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു സ്റ്റോറുണ്ട്. ഇവരുടേതായിട്ടുള്ള നടത്തുന്ന ഒരു സ്റ്റോറുണ്ട്. ആ സ്റ്റോറിൽ നിന്നാണ് ഞങ്ങൾ ഈ കൊല വാങ്ങിച്ചത്. പിന്നെ കീരയും പയറൊക്കെ ഞങ്ങൾ തന്നെ ഹാർവെസ്റ്റ് ചെയ്തെടുത്ത്, ഞങ്ങൾ തന്നെ വിളവെടുത്ത് ഞങ്ങൾക്ക് തന്നതാണ്. പൈസയൊന്നും മേടിച്ചില്ല. ഫ്രണ്ടിൻ്റെ ഒക്കെ ഇതിലായതുകൊണ്ട് അവർ പൈസയൊന്നും മേടിച്ചില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ കാറെടുത്ത് നമ്മൾ വന്ന വഴിയല്ല പോയത്, നമുക്ക് വെള്ളാണി കായലിൻ്റെ ആ ഭാഗം ഒന്ന് കയറി കാണണമായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിരുന്നു ആ ഒരു സ്ഥലത്തൂടെ പോയിരുന്ന നല്ല ഭംഗിയാണെന്ന്. പറയാൻ വാക്കുകളില്ല, കാരണം അത്രയ്ക്ക് ഭംഗിയായിരുന്നു. നിറച്ച് താമര ഉണ്ടായിരുന്നു, നിറച്ച് ആമ്പലുണ്ടായിരുന്നു. താമരയായിരുന്നു കൂടാതെ അവിടെ നിന്ന് അവർ ബോട്ടിലൊക്കെ വന്നിട്ട്, ഇതാണ് നമ്മുടെ വെള്ളാണി കായലിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. ബോട്ടിലൊക്കെ വന്നിട്ട് ഈ താമരയുടെ ഇല പറിച്ചുകൊണ്ട് പോകുന്ന കുറേ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. ഇതാ കണ്ടില്ലേ, അവർ പൂ കിട്ടാൻ പൂവിനൊക്കെ വേണ്ടി അവർ എടുക്കുന്നതാണെന്ന് തോന്നുന്നു. നിറച്ച് താമര ഇലയൊക്കെ അവർ ബോട്ടിൽ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഒരു കൃഷിയുടെ ഭാഗമായിട്ട് തന്നെ താമര അവരെ ബോട്ടിലുണ്ടായിരുന്നു. ഞാൻ ചോദിച്ച് മേടിച്ചു കണ്ടപ്പോഴേക്കും.
കണ്ടോ നല്ല രസമുണ്ട് താമര കാണാൻ. വെള്ളത്തിൽ നിൽക്കുന്നതാണ്, നമ്മളെ കയ്യെത്താൻ ദൂരത്തായതുകൊണ്ട് നമുക്ക് പിന്നെ ഭയങ്കര ആകാംക്ഷയായിരിക്കും. എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ഞാൻ ചോദിച്ചു വാങ്ങിച്ചു, ചേട്ടൻ തരുകയും ചെയ്തു. ഇനി വേണമെന്ന് ചോദിച്ചു. മുട്ടാണത്, താമര മുട്ടിനാണ് കൂടുതലും ഇതുള്ളത്. അവർ കൂടുതലും മുട്ടായിട്ടാണ് പറിക്കുന്നത് ഇതിന് വേണ്ടി. ഇനിയും വേണമെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ മുട്ടൊക്കെയാണ് കൂടുതലും തന്നത്. അതിന് ശേഷം മുട്ടിനാണ് കൂടുതൽ ഡിമാൻഡ്. അതേ അവർ ബോട്ടിൽ കൊണ്ടുവരുന്നത് ഫുള്ളും താമര ഇലകളാണ്. കണ്ടോ, ഈ മുട്ടാണ് കൂടുതലും ഡിമാൻഡുള്ള ഐറ്റം. മുട്ടുണ്ട്, ഫ്ലവറും ഉണ്ട്, വിരിഞ്ഞതും ഉണ്ട്, വിരിയാത്തതും ഉണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ, നല്ല ഭംഗിയുണ്ടായിരുന്നു. ശരിക്കും ആ വെളുപ്പിനെ ആ ഒരു ടൈമിലുള്ള ആ ഒരു നമ്മുടെ യാത്രയും പിന്നെ ഈ കാഴ്ചകളൊക്കെ മനസ്സിന് വളരെ വളരെ നല്ല സന്തോഷം തരുന്ന ഒരു കാഴ്ചയും യാത്രയായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമ്മുടെ സ്ഥിരം റൂട്ടിൽ നിന്ന് മാറി ഇത് കണ്ടില്ലേ, അവർ കുറേ താമര ഇലകളാണ് കൊണ്ടുവരുന്നത്. അതൊക്കെ അവർക്ക് ഇതുവഴിയുള്ള യാത്രയും നല്ല രസമായിരുന്നു. ആ ഒരു കായലിൻ്റെ ഭംഗിയായിരുന്നാലും അത് കഴിഞ്ഞുള്ള കൃഷിപ്പാടങ്ങളായിരുന്നാലും എല്ലാം കണ്ട് ആ ഒരു കാറ്റൊക്കെ കൊണ്ട് ഇതുവഴി പോകാൻ നല്ല സുഖമായിരുന്നു. ശരിക്കും നല്ല രസമായിരുന്നു. ഇതുപോലെ നിങ്ങളും വെള്ളായണിക്ക് അടുത്ത് അല്ലെങ്കിൽ നേമം ഈ ഭാഗത്ത് താമസിക്കുന്നവരുണ്ടെങ്കിൽ, അടുത്ത് താമസിക്കുന്നവരാണെങ്കിൽ എല്ലാവരും മാക്സിമം വന്ന് കാണാൻ ശ്രമിക്കുക. കാണാത്തവരാണെങ്കിൽ പോയി കണ്ട് എക്സ്പ്ലോർ ചെയ്യുക. പൂക്കാലമെന്റെ ചുണ്ടിലും വച്ച തേൻ കണം, ഉള്ളിനുള്ളിൽ തുമ്പി തുള്ളും ചെറുപ്രായം മറക്കുടയാ മുഖം മറയ്ക്കും. ഇതുപോലത്തെ വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. കീപ് സപ്പോർട്ടിങ്. പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ടിൽ ദെൻ ബൈ ഫ്രം കൽപ്പ് ഹൗസ്.